ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതാ ഈ വർഷത്തെ NSS ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വർഷത്തെ NSS ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വിവിധ ഇനത്തിലുള്ള ഗ്രേസ് മാർക്ക് കിട്ടാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രേസ് മാർക്കാണ് NSS ഗ്രേസ് മാർക്ക്. അതിൽ തന്നെ 7 days ക്യാമ്പ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ NSS ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ 4th സെമസ്റ്റർ 4 സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ NSS ഗ്രേസ് മാർക്കിനുള്ള അപേക്ഷ ക്ഷണിക്കാറുള്ളൂ. ഓരോ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അവരുടെ ആദ്യ 4th സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം കോളേജുകൾക്ക് കുട്ടികളുടെ സ്റ്റുഡൻസ് നെയിം അപ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വരും. NSS ക്യാമ്പ് 7 days അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ നെയിം ആയിരിക്കും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ കോളേജ് ലോഗിൻ വഴി കോളേജ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ NSS പ്രോഗ്രാം ഓഫീസേഴ്സൊക്കെ എന്ത് ചെയ്യും, ഈ നെയിംസൊക്കെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കാൻ തുടങ്ങും. ഇത് അപ്ലൈ ചെയ്യുക സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് കേട്ടോ. നമ്മൾ ഈ ഗ്രാൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് ഇത് അപ്ലൈ ചെയ്യുക. NSS മാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. നിലവിലുള്ള എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പേഴ്സോ ഇമെയിൽ ID ഒക്കെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, സൈനപ്പ് ചെയ്യേണ്ടത്. ആഫ്റ്റർ നമുക്ക് പാസ്വേഡ് കിട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ ആ ഇമെയിൽ ID മൊബൈൽ നമ്പറും വേണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ കൊടുക്കേണ്ട നമ്പർ നമ്മൾ അഡ്മിഷൻ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്ന നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പറായിരിക്കും. നമ്പറും ഇമെയിൽ ID ഒക്കെ വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നഷ്ടപ്പെട്ടു പോയവരുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് അത് നമ്മൾ റിക്കവർ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ഗ്രേസ് മാർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഒരു സെമസ്റ്ററിൽ നമ്മുടെ തിയറി എക്സാമിൽ ടോട്ടൽ മാർക്ക് തിയറി പേപ്പർ മാത്രം എടുത്തിട്ട് അതിൽ ടോട്ടൽ മാർക്കിൻ്റെ 2% ആണ് ഗ്രേസ് മാർക്ക് ലഭിക്കുക. പൊതുവെ 6 മാർക്ക് 7 മാർക്ക് 8 മാർക്കൊക്കെയാണ് ഗ്രേസ് മാർക്ക് കിട്ടുക. ഇനി ചില തിയറി പേപ്പേഴ്സൊക്കെ ടോട്ടൽ 80 മാർക്കിന് ഉണ്ടാവാം, ചിലപ്പോൾ 60 മാർക്കിന് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്ക് 300 ആണെന്ന് വിചാരിക്കുക. 300ൻ്റെ 2% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ് നമുക്കിവിടെ ഗ്രേസ് മാർക്ക് കിട്ടുക. പിന്നെ ഇനിയിപ്പോൾ 350 ആണെങ്കിൽ 7 മാർക്ക്, 400 ആണെങ്കിൽ 8 മാർക്ക്, 450 ആണെങ്കിൽ 9 മാർക്ക്, 500 ആണെങ്കിൽ 10 മാർക്ക്. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്തു പോരുന്നത്. പിന്നെ ഇതാ ഇവിടെ പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററിക്ക് അപേക്ഷിച്ചതോ എഴുതിയതോ ആയ വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആഫ്റ്റർ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററിക്ക് ശേഷം കിട്ടിയ മാർക്കിൽ നമുക്ക് ഇവിടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. അതായത് അതിൻ്റെ ഫസ്റ്റ് അപ്പിയറൻസിൽ നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ട് നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അതിൽ നമ്മൾ സപ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന മാർക്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ സപ്ലി എഴുതി പാസ്സായി അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതി മാർക്ക് കൂടി, ആ മാർക്കിലോട്ട് പിന്നീട് ഈ ലഭിച്ചിട്ടുള്ള 8 മാർക്കായാലും 7 മാർക്കായാലും 6 മാർക്കായാലും ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ അതായത് ഫസ്റ്റ് അപ്പിയറൻസിലേക്ക് മാത്രമേ ഇവിടെ ഈ ഗ്രേസ് മാർക്ക് NSSൻ്റെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതാ ഇവിടെ പറയുന്നത് ഒരു സെമസ്റ്ററിൽ ലഭിക്കുന്ന മാർക്ക് ആ സെമസ്റ്റർ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സെമസ്റ്ററിലേക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കാൻ പറ്റില്ല. ആ ഒരു സെമസ്റ്ററിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള 4 സെമസ്റ്ററിൽ തന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ ലഭിച്ചിട്ടുള്ള 8 മാർക്കായാലും 6 മാർക്കായാലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതാ ഇവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നതിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഓരോ വിഷയത്തിലും എത്ര മാർക്ക് ആഡ് ചെയ്താലാണ് ഗ്രേഡ് ചേഞ്ച് ആവുക. അതായത് ഇപ്പോൾ ഒരാൾ ഫെയിലായിട്ടുണ്ട്, F ആണ്, 3 മാർക്കിനാണ് അയാൾ ഫെയിലായിട്ടുള്ളത്. അവിടെ നമുക്ക് 3 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അപ്പം ആൾക്ക് പാസ്സായി പോവാം. പിന്നെ ഇനി ഒരാൾക്ക് B+ ആണ്, അതിൽ 2 മാർക്ക് ആഡ് ചെയ്താൽ A ഗ്രേഡ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇനി ഒരു മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിലും ഗ്രേഡ് ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പെർസെൻറ്റേജിലും ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ട് അവിടെ മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 75 മാർക്കുണ്ട്, ബാക്കി ഗ്രേസ് മാർക്ക് വരുന്നത് എല്ലാത്തിലും ഡിവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മാർക്കേ വരുന്നുള്ളൂ. അപ്പം A ഗ്രേഡ് എന്നുള്ളത് A+ ആക്കാൻ വേണ്ടിയിട്ട് 2 മാർക്ക് ആഡ് ചെയ്താൽ പോരാ. 75 എന്നുള്ളത് 80 ആവണമെന്നുണ്ടെങ്കിൽ ഇനി 5 മാർക്കും കൂടി കിട്ടിയെങ്കിൽ ആ കുട്ടിക്ക് A ഗ്രേഡ് അല്ലെങ്കിൽ A+ ആവാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ആ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് പെർസെൻറ്റേജിൽ ചേഞ്ചസ് വരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്.
പിന്നെ ഇവിടെ പറയാനുള്ളത് ഇനി നമ്മൾ സപ്ലി ആയിട്ടുണ്ട് ഒരു സബ്ജക്റ്റിന് സപ്ലി വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് അതിനെ പാസ്സാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് സപ്ലി വന്നത് എത്ര മാർക്കിനാണോ അത്ര മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കണം. 8 മാർക്കിന് നമുക്ക് ഫെയിൽ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 8 മാർക്ക് അവിടെ ആഡ് ആയി കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി A+ അല്ലെങ്കിൽ Oയിലോട്ട് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ആകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. A+ അല്ലെങ്കിൽ O ഗ്രേഡ് കിട്ടിയ ഒരു കുട്ടിക്ക് പിന്നീട് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് A+ ആണെന്നുണ്ടെങ്കിൽ O ഗ്രേഡ് ആക്കാൻ സാധിക്കില്ല. A ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ A+ ആക്കാനും സാധിക്കില്ല. മാക്സിമം B+ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, A ഗ്രേഡിലോട്ട് അല്ലെങ്കിൽ A ഗ്രേഡിലോട്ട് മാറ്റാൻ സാധിക്കുള്ളൂ. പിന്നീടുള്ള വേറൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിലേക്ക് നമുക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കിട്ടുന്ന സബ്ജക്റ്റിൻ്റെ ഒക്കെ സൈറ്റിൽ കാണാം. അതിലേക്ക് മാർക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.